ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കാണ്, സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. മുട്ടയുടെ വെള്ള വെച്ചുള്ള ഫേസ് പാക്കാണ് കേട്ടോ. പക്ഷേ മുട്ടയുടെ വെള്ളയുടെ കൂടെ വേറൊരു സാധനം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എങ്കിൽ മാത്രമാണ് നമ്മുടെ മുഖത്തുള്ള ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയുകയും മുഖം നല്ല സോഫ്റ്റ് ആവുകയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ആഴ്ചയിൽ 3 തവണ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള കുഞ്ഞു കുഞ്ഞു ചുളിവുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നല്ലവണ്ണം കുറഞ്ഞു കിട്ടുവേ. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ വേണമെന്ന്, ഈ മുട്ടയുടെ വെള്ളയുടെ കൂടെ എന്ത് സാധനം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കണമെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ കേട്ടോ. ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാവേ. അപ്പം ഞാനൊരു പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല പച്ച കളറുള്ള പാത്രമാണ്. അപ്പം ഞാനിന്ന് മുട്ടയുടെ വെള്ള വെച്ചുള്ള ഫേസ് പാക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നമുക്ക് മുട്ടയുടെ വെള്ള മാത്രം മതി. നമുക്ക് ഒരു ഇടി അങ്ങ് കൊടുത്തേക്കാം. പൊട്ടണില്ലല്ലോ, പ്ലാസ്റ്റിക് മുട്ടയാണോ? മുട്ട എന്നെ നാണം കെടുത്തുന്നു തോന്നുന്നു. ഇല്ല, പ്ലാസ്റ്റിക് അല്ല, പ്ലാസ്റ്റിക് ഡെപ്പിയിൽ അടിച്ചുകൊണ്ടായിരിക്കും മുട്ട പൊട്ടാത്ത. നമുക്ക് കുറച്ച് മുട്ടയുടെ വെള്ളം മതിയേ. ബാക്കി മുട്ട ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ലെന്നേ. നമുക്കത് പൊരിച്ച് കഴിക്കാം, അല്ലെങ്കിൽ നമ്മുടെ തലമുടിയിൽ അങ്ങ് തേച്ച് കൊടുക്കാം. നല്ല പ്രോട്ടീനല്ലേ. മുട്ടയുടെ വെള്ളം ഞാൻ എടുക്കുന്നുണ്ട്. ഇത്ര മതി കേട്ടോ. വയ്ക്കാം. ഇത്ര എടുത്തിട്ടുള്ളൂ. ഇത് ഒരു വലിയ സ്പൂണില്ലേ, വലിയ സ്പൂണിൻ്റെ അളവിൽ ഒരു സ്പൂണ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന സൂപ്പർ സാധനമാണ് തേന്. നല്ല ഒറിജിനൽ തേന് തന്നെ നമ്മൾ എടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഒറിജിനൽ തേനാണ്. ഇതാണ് ഞാനിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയുടെ വെള്ളയും തേനും അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ. നമ്മുടെ സ്കിന്നൊക്കെ നല്ലവണ്ണം നിറം വയ്ക്കാനും ചുളിവുകൾ കുറയാനും ഒക്കെ നല്ല അടിപൊളി ഒരു സംഭവം തന്നെയാണിത്. അപ്പം ഞാനിത് ഒരു തുള്ളി തേൻ പോലും ഞാൻ കളയുന്നില്ല, ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ തേനിൻ്റെ അളവ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിത് വലിയൊരു സ്പൂൺ അളവിലാണ് മുട്ടയുടെ വെള്ളം എടുത്തത്. തേൻ ഒരു 1/4 സ്പൂണ് എടുത്താൽ മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം അല്ലേ. നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട്. ഒരു ഫേസ് പാക്ക് ഉണ്ടല്ലോ, നമ്മുടെ ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയുകയും നമ്മുടെ സ്കിന്നൊക്കെ നല്ല നിറം വയ്ക്കാനും നല്ല ഒരു തിളക്കമുണ്ടാക്കാനും പറ്റുമട്ടെ. ഈ ഒരു ഫേസ് പാക്കിന് ഒരുപാട് സാധനമൊന്നും വേണ്ടല്ലോ, മുട്ടയുടെ വെള്ളയും തേനും മാത്രം മതിയേ. അപ്പോൾ ഇതിലൊരു മുട്ടയുടെ തോട് ഇതിൽ കിടപ്പുണ്ടായിരുന്നേ. അപ്പോൾ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യണം കേട്ടോ. ഞാനിങ്ങനെ കാണിച്ച എല്ലാം കൂടെ താഴെ പോവേ. നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യണേ. അപ്പോൾ തേന് ഇച്ചിരി മിക്സ് ചെയ്തിട്ട് പാട് തോന്നുന്നുണ്ട്, മുട്ടയുടെ വെള്ളയും കൂടെ ആയതുകൊണ്ടേ. അപ്പോൾ നല്ലവണ്ണം കൈകൊണ്ട് അങ്ങ് മിക്സ് ചെയ്താൽ മതിയേ. അപ്പോൾ നല്ലൊരു പ്രോട്ടീൻ പാക്കാണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക, ആഴ്ച ഒറ്റ തവണയെങ്കിലും നമ്മൾ മുട്ട വെച്ചുള്ള ഒരു ഫേസ് പാക്ക് നമ്മൾ ചെയ്തിരിക്കണം. എങ്കിലാണ് നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു ചെറുപ്പമാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചുളിവുകളൊക്കെ വന്ന് പ്രായമായി പോയില്ലേ. അപ്പം നമ്മൾ മക്കളെ സുന്ദരിമാരാകുമ്പോൾ നമ്മളും അതിനേക്കാളും സുന്ദരിമാരാവണം. അപ്പോൾ നമ്മുടെ പാക്കല കേട്ടോ നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്, ഒരു ലൈറ്റ് കളറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒറിജിനൽ തേനാണ് ഞാൻ എടുത്തേക്കണത്. ഒറിജിനൽ തേൻ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കത് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം. 5 മിനിറ്റ് ഒന്ന് വെച്ചാൽ ഇച്ചിരി നല്ലതാണ്, പക്ഷെ ഞാൻ 5 മിനിറ്റ് ഒന്നും വെക്കണില്ല. നമുക്കതങ്ങ് മുഖത്തങ്ങ് തേച്ചങ്ങ് കൊടുക്കാം കേട്ടോ. തേനിൻ്റെ ഒരു മണമാണ് ഉള്ളത്, മുട്ടയുടെ ഒരു മണമൊന്നുമില്ല. പിന്നെ അങ്ങനെ മുട്ടയുടെ വെള്ളയ്ക്ക് അങ്ങനെ ഒരു വൃത്തികെട്ട മണമൊന്നുമല്ലല്ലോ, നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയല്ലേ. ഇപ്പം എല്ലാവരും മുട്ടയുടെ വെള്ളയൊക്കെ മുഖത്ത് തേക്കാറുണ്ട്. പിന്നെ തലമുടിയിലാണെങ്കിലും തേച്ച് കൊടുക്കാറുണ്ട്. തലമുടിയിലൊക്കെ നമ്മൾ തേച്ച് കൊടുക്കണം കേട്ടോ. ഇതിന് നമുക്ക് മുടിയൊക്കെ നന്നായിട്ടങ്ങ് വളരുള്ളേ. ആഴ്ചയിൽ ഒരു ഒറ്റ തവണയെങ്കിലും തേച്ച് കൊടുക്കണം മുട്ടയുടെ വെള്ളയെ. ഇതിങ്ങനെ അങ്ങ് മസാജ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ മസാജ് ചെയ്ത് നമ്മുടെ സ്കിന്നിലോട്ട് അങ്ങ് തേച്ച് അങ്ങ് പിടിപ്പിക്കണം.
കണ്ണിൻ്റെ സൈഡ് തേക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് അങ്ങ് എന്താ പറയുക ചുളികൾ വരും. ഞാൻ ഓർക്കാട് തേച്ചാട്ടോ, ഒന്നും തേക്കുന്ന പോലെ അങ്ങ് തേച്ച് വരാണ്. നല്ല വെയിലല്ലേ അല്ലേ? ഓഹ് എന്നാ വെയിലും ചൂടൊക്കെയാ. ഇന്നലെയൊക്കെ നല്ല കാറ്റുണ്ടായിരുന്നേ, ഇന്ന് കാറ്റിലൊന്നുമില്ല. നമുക്കിത് കഴുത്തിലും കൂടെ അങ്ങ് തേച്ച് കൊടുക്കുവാണെങ്കിൽ കഴുത്തിലുള്ള ചുളിവൊക്കെ നല്ല വണ്ണങ്ങ് കുറഞ്ഞു കിട്ടും കേട്ടോ. കണ്ണിൻ്റെ സൈഡിലോട്ട് കൊണ്ടുപോവാം. കണ്ണിൻ്റെ സൈഡിൽ തേക്കണ്ടേ, നമ്മുടെ മുഖത്തും നെറ്റിയിലൊക്കെ നല്ല വണ്ണങ്ങ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്താ പറയുക, മുഖം ടൈറ്റ് ആവാൻ അടിപൊളിയൊരു പാക്കാണ്. അതായത് നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ തൂങ്ങിപ്പോവുമല്ലോ, കഴുത്തും കവിളൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് പ്രായമായതിൻ്റെയൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു പാക്ക് ഉപയോഗിക്കുവാണെങ്കിൽ നല്ല ടൈറ്റ് ആവുകയും മുഖം നല്ല നിറം വയ്ക്കാനും അടിപൊളിയാണ്. അപ്പം ഞാനിത് നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുത്തിട്ട് നമുക്കിത് 2 തവണയായിട്ട് തേച്ച് കൊടുക്കാവേ. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വലിയട്ടെ കേട്ടോ. ചെയ്യുമ്പോൾ തന്നെ വലിഞ്ഞോളും, ഒത്തിരി നേരമൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് വലിഞ്ഞതിന് ശേഷം പിന്നെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒരു എന്താ പറയുക ഡ്രൈ ആവുമല്ലോ, അന്നേരം നമുക്ക് ഒരു കോട്ടും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വലിയട്ടെ. അത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്നുണ്ട്, കാരണം നെറ്റിയുടെ ഭാഗത്തൊക്കെ ചെറുതായിട്ട് ഡ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് തേച്ച് കൊടുക്കാവേ. ഈ 2 തവണ മതി കേട്ടോ. തേക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടെ മിക്സ് ചെയ്യണേ, കാരണം അല്ലെങ്കിൽ തേന് വേറെ മുട്ടയുടെ വെള്ള വേറെ ആയിട്ട് കിടക്കും കേട്ടോ. അതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്യാനും ഓർക്കണേ. തേനൊക്കെ ചേർത്തുകൊണ്ടേ നമ്മുടെ മുഖം നല്ല തിളക്കം ഉണ്ടാവും കേട്ടോ. നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ഒന്ന് പറയണേ. നല്ല സൂപ്പർ പാക്കാണ്. മെയിനായിട്ട് നമ്മുടെ ചുളിവുകളൊന്ന് കുറയുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ചുളിവൊക്കെ നല്ല വണ്ണങ്ങ് കുറഞ്ഞോളൂ കേട്ടോ. നെറ്റിയിലൊക്കെ നമുക്ക് ഇച്ചിരി കൂടുതലങ്ങ് തേച്ചെടുക്കാവേ. നെറ്റിയിലാണല്ലോ ചുളിവുകൾ ആദ്യം തന്നെ വരണേ. പിന്നെ കഴുത്തിൽ മതി കേട്ടോ. ഇത്രയും മതിയേ. അപ്പോൾ നമ്മൾ അടിപൊളി ഒരു പാക്ക് നമ്മൾ തേച്ച് കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് ഉണങ്ങട്ടെ. ഉണങ്ങിക്കഴിഞ്ഞ ശേഷം നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ മുഖവും കഴുത്തൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. ഇപ്പം കുറച്ച് വെള്ളമൊക്കെ ആയിട്ടാണ് വന്നേക്കണത്. അപ്പം ആദ്യം നമുക്കൊന്ന് മുഖം നല്ല വൃത്തിയിലൊന്ന് തുടച്ച് മാറ്റാം. ഇങ്ങനെ മസാജ് ചെയ്തേ നമുക്കങ്ങ് തുടച്ച് മാറ്റാവേ. എങ്കിലാണ് നമ്മുടെ മുഖമൊക്കെ നല്ലവണ്ണം നിറം വയ്ക്കുകയുള്ളൂ. കണ്ടില്ല, തുടച്ച് മാറ്റുമ്പോൾ തന്നെ മുഖത്തുള്ള മാറ്റം നോക്കിക്കേ. കണ്ട മുഖം നല്ല ക്ലിയറായേ. അതായത് എന്താ പറയുക, നമ്മൾ ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് മുഖം കഴുകില്ലേ, അതുപോലെ ആയിട്ടുണ്ട്. മുഖം നല്ലവണ്ണം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ മുഖത്തെ മാറ്റം നോക്കിക്കേ. മുട്ടയുടെ വെള്ളയും തേനും ചേർത്ത് അടിപൊളി ഒരു ഫേസ് പാക്കല്ലേ. കണ്ടാൽ മനസ്സിലാവില്ലേ? ഇതൊക്കെ കണ്ടോ, നല്ല വ്യത്യാസമുണ്ട്. പിന്നെ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ഞാൻ തുടച്ചില്ല കേട്ടോ, ഡ്രസ്സിലേക്ക് ആവുന്നുണ്ട്. ഞാൻ ഏതായാലും ഒന്ന് കുളിക്കാൻ പോവാണേ. പിന്നെ അന്നേരം കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയേ, നല്ല വ്യത്യാസമുണ്ട്. കണ്ട കവിളൊക്കെ നോക്കിയേ, നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ണിൻ്റെ സൈഡിൽ നമുക്ക് തേക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ആ സൈഡൊന്ന് ഒഴിവാക്കിയതാണ്. കണ്ട കവിളൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് കഴുത്തൊക്കെ കഴുകി കുളിച്ചിട്ട് വരാം. ഞാനിത് മുഖം കഴുത്തൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മുഖത്തിന് വ്യത്യാസം നോക്കിയൊക്കെ
നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ നല്ല സോഫ്റ്റ്നെസ് ആട്ടോ, നല്ല തൊടുമ്പോൾ തന്നെ അറിയാം നല്ല സുഖമാണ്. പിന്നെ അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. നമ്മുടെ ഈ ഫേസ് പാക്ക് ഉണ്ടല്ലോ ചുളിവുകൾ കുറയ്ക്കും, നിറം വയ്ക്കും, പിന്നെ മുഖമൊക്കെ ടൈറ്റ് ആവാനൊക്കെ അടിപൊളി ഒരു ഫേസ് പാക്ക് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ടല്ലോ, മുട്ടയുടെ വെള്ളയും കുറച്ച് തേനും ചേർത്തുള്ള ഫേസ് പാക്കുള്ള, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്ത് നോക്കാം. പിന്നെ ഇതുവരെ ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു ചുളിവുകൾ നെറ്റിയിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്, അപ്പോൾ അതൊക്കെ മാറാൻ എന്താ ചെയ്യേണ്ടതെന്ന്. മുട്ടയുടെ വെള്ള വെച്ചുള്ള ഫേസ് പാക്ക് ചെയ്തോളൂ കേട്ടോ. നല്ല സൂപ്പർ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും ഉപയോഗിച്ചെങ്കിലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്താൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ല കേട്ടോ. വീണ്ടും നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാവേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.